പറയുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങൾ തീർച്ചയായും ദർശിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ കാശി ക്ഷേത്ര ദർശനം പൂർണ്ണമാകുകയുള്ളൂ. നമുക്ക് എവിടെ നിന്നുകൊണ്ടും കാശി മഹാനഗരിയെ പറ്റിയുള്ള സ്മരണ ചെയ്യാവുന്നതാണ് ഈ ശ്ലോകത്തിലൂടെ. ശ്ലോകം ഇതാണ്: വിശ്വേശം മാധവം ദുണ്ടിം ദണ്ഡപാണിം ച ഭൈരവം വന്ദേ കാശീം ഗുഹാംഗംഗ ഭവാനി മണികർണികാം. വിശ്വേശം മാധവം ദുണ്ടിം ദണ്ഡപാണിം ച ഭൈരവം വന്ദേ കാശീം ഗുഹാംഗംഗ ഭവാനി മണികർണികാം. വിശ്വേശം നമുക്കറിയാം, ഭഗവാൻ വിശ്വനാഥനെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ബിന്ദുമാധവം ഉള്ള ബിന്ദുമാധവനായിട്ടുള്ള നാരായണനെ, ദുണ്ടിയായിട്ടുള്ള മഹാഗണപതിയെ, ദണ്ഡപാണിം ച ഭൈരവം ദണ്ഡപാണിയായിട്ടുള്ള കാലഭൈരവനെയും, ഗുഹാംഗംഗ കാശിയെ കാശിയാക്കി മാറ്റുന്ന ഗംഗാനദി, ഭവാനി മണികർണിക ഭവാനി ദേവിയെയും അതേപോലെ മണികർണിക ഘാട്ടിനെയും സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം.